ഒടുവിൽ നമ്മുടെ സൂപ്പർ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര ധനുഷിന് മറുപടി കൊടുത്തു. എങ്ങനെയാണ് മറുപടി കൊടുത്തത്? ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ച കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഈ നയൻതാരയുടെ അഭിഭാഷകൻ രാഹുൽ ധവാൻ എന്ന് പറയുന്ന വ്യക്തി, അഭിഭാഷകൻ മറുപടി കൊടുത്തു. ഈ സംഭവത്തിൽ പകർപ്പവകാശ ലംഘനം നടന്നിട്ടില്ല. എന്നാൽ ഇത് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു. ധനുഷ് ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനൊരു വ്യക്തമായ മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ ഇത്രയും പുകിലുണ്ടാകുമായിരുന്നു. വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോൾ ധനുഷിനെ തേജോവധം ചെയ്യാൻ ഇറങ്ങി തിരിച്ചതല്ലേ പുകിലായത്, നയൻതാരയ്ക്ക് നാണക്കേട് ഉണ്ടാക്കി വെച്ചത്. ഏതായാലും ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ അഭിഭാഷകൻ പറയുന്നത് ശ്രദ്ധിക്കാം. പകർപ്പവകാശ ലംഘനം നടന്നിട്ടില്ല, ബിഹൈൻഡ് സീന് യാതൊന്നും എടുത്തിട്ടില്ല. അതായത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ സിനിമയിലുള്ള കാര്യങ്ങളോ സിനിമയിൽ ഇല്ലാതെ ചിത്രീകരിച്ച ശേഷം സൂക്ഷിച്ചു വച്ചിരുന്ന റഷസിൽ നിന്നോ യാതൊന്നും എടുത്തിട്ടില്ല. പിന്നെ എടുത്തതോ ഇവരുടെ വ്യക്തി ജീവിതവുമായി, ഇവരുടെ പ്രണയബന്ധവുമായി ചേർന്ന് ഇവരുടെ സ്വകാര്യ ലൈബ്രറിയിൽ, വ്യക്തി ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന, അതായത് മൊബൈലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാർഡ് ഡിസ്കിലോ പെൻഡ്രൈവിലോ സൂക്ഷിച്ചിരുന്ന വീഡിയോ ദൃശ്യങ്ങൾ മാത്രമാണ് ഈ ഡോക്യുമെൻ്ററിക്ക്, ഏത് ഡോക്യുമെൻ്ററി, ബിയോണ്ട് ദ ഫെയറി ട്രെയിൽ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് അഭിഭാഷകൻ്റെ മറുപടി. ഈ മറുപടിയിൽ തൃപ്തി ധനുഷിന് വരുമോ എന്നറിയില്ല. ഏതായാലും ഹൈക്കോടതി ഡിസംബർ 2 ഈ കേസ് പരിഗണിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഡിസംബർ 2 ധനുഷിൻ്റെ കേസ് പരിഗണിക്കും. ഈ കേസിൻ്റെ നാൾ വഴി ഒന്ന് ചിന്തിച്ച് നോക്കുക. നാനും റൗഡിത്താൻ എന്ന സിനിമ ചിത്രീകരിക്കുമ്പോൾ വിഘ്നേഷ് ശിവ വെറും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അസിസ്റ്റൻറ്റ് ഡയറക്ടറായ വിഘ്നേഷ് ശിവയ്ക്ക് ധനുഷാണ് അവസരം നൽകുന്നത് നാനും റൗഡിത്താൻ എന്ന സിനിമ സ്വതന്ത്രമായി സംവിധാനം ചെയ്യാൻ. അതിന് ബജറ്റ് നിർദ്ദേശിച്ചു. ബജറ്റ് നോക്കുമ്പോൾ അത് നമ്മൾ ആ സിനിമ കണ്ട ആളുകൾക്കറിയാം, ഒരു വലിയ സെറ്റോ വലിയ സംഭവങ്ങളൊന്നുമില്ല. വളരെ മിനിമം റേറ്റിൽ ചെയ്തു പോകാവുന്ന ഒരു കഥയും അതുപോലെ തന്നെ ആ കഥാ പശ്ചാത്തലവുമാണ്. അതുപോലത്തെ സെറ്റൊക്കെ മതിയാകും അതിന്. അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് സിനിമ ചെയ്യുന്നത്. അങ്ങനെ 6 കോടി രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് നിശ്ചയിക്കപ്പെടുന്നു. ഈ 6 കോടി രൂപ ധനുഷ് കമ്മിറ്റ് ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് 6 കോടി രൂപയ്ക്ക് തീർക്കാൻ വിഘ്നേഷ് ശിവയ്ക്ക് കഴിഞ്ഞില്ല. അതാണ് ഒന്നാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് ഇത് കഴിയാതെ പോയത്? അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ സെറ്റിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേഷ് ശിവയും തമ്മിൽ പ്രണയബദ്ധരാകുന്നത്. അവർ തമ്മിൽ അഭേദ്യമായി ഇഴപിരിയാൻ പറ്റാത്ത അത്ര തരത്തിൽ അടുത്തു. ഇവർ ഈ സെറ്റിൽ വരികയും ദിവസവും കാരവാനിൽ വെച്ച് മണിക്കൂറുകളോളം പ്രണയസല്ലാപത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ഇവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഷൂട്ടിങ്ങിൽ ഡിലേ വന്ന് ഇതെന്ത് ചെയ്തു? പടം 6 കോടി എന്ന് പറയുന്നത് 16 കോടി രൂപ ധനുഷിന് ചെലവഴിക്കേണ്ടി വന്നു. അവിടെയാണ് ധനുഷിൻ്റെ രണ്ടാമത്തെ പിടി. 6 കോടി രൂപയ്ക്ക് പടമേറ്റു, അത് നടന്നില്ല. 10 കോടി രൂപ അധികം ചെലവഴിച്ചു. എന്നിട്ട് എന്താണ്, ഇവർ പ്രണയിക്കുകയും ചെയ്തു. സാമാന്യം ഈ വിഘ്നേഷ് ശിവയ്ക്ക് ഒരു അവസരം കൊടുത്തപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിനെ വളച്ചെടുത്ത് കല്യാണം കഴിക്കുകയും ചെയ്തു. ധനുഷിന് ഇതൊന്നും അത്ര സുഖിച്ച ഏർപ്പാടല്ല. തൻ്റെ സെറ്റിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ധനുഷിന് ഇഷ്ടമല്ല. അതപ്പോൾ തന്നെ നീരസം നടി രാധികയോടൊക്കെ ധനുഷ് പറയുകയും ചെയ്തിരുന്നു, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങളെപ്പോലൊരു സീനിയർ നടി അവിടെ ഉള്ളപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കേണ്ടത്, നിങ്ങൾക്ക് വിലക്കിക്കൂടെ എന്നൊക്കെ ധനുഷ് ചോദിച്ചിട്ടുമുണ്ട് രാധിക. അവരും അത് വെളിപ്പെടുത്തിയിരുന്നു. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? നയൻതാര അവരുടെ പ്രണയകഥയും കല്യാണം വരെയുള്ള സംഭവങ്ങളുമൊക്കെ നെറ്റ്ഫ്ലിക്സുമായി കരാറിലേർപ്പെട്ട് ഡോക്യുമെൻ്ററി ചെയ്യാൻ തീരുമാനിക്കുന്നു. നയൻതാരയുടെ പ്രൊഡക്ഷൻ ഹൗസും വേറൊരു പ്രൊഡക്ഷൻ ഹൗസും ചേർന്നാണ് ഈ ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നത്. 25 കോടി രൂപയ്ക്ക് കരാർ ഒപ്പുവെക്കുന്നു. ആലോചിച്ച് നോക്കുക, 25 കോടി രൂപയാണ് നെറ്റ്ഫ്ലിക്സ് നയൻതാരയ്ക്ക് ഈ ഡോക്യുമെൻ്ററി വാങ്ങിയ ശേഷം പേ ചെയ്തിട്ടുള്ളത്. ചെറിയ തുകയല്ല, 25 ലക്ഷമല്ല, 25 കോടിയാണ് ഡോക്യുമെൻ്ററിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 25 കോടി രൂപ അവർ പ്രതിഫലം പറ്റി. എന്നിട്ടാണ് ധനുഷിൻ്റെ സിനിമയുടെ ഭാഗമായുള്ള കുറച്ച് ദൃശ്യങ്ങൾ, ഈ അഭിഭാഷകൻ എന്ത് പറഞ്ഞാലും, അത് അവരുടെ സ്വകാര്യ ലൈബ്രറി ആണെന്ന് പറഞ്ഞാലും, ബിഹൈൻഡ് സ്ക്രീനിൽ നിന്ന് യാതൊന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്ന് യാതൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാലും, ധനുഷിൻ്റെ സിനിമാ ലൊക്കേഷനിലുള്ള ദൃശ്യങ്ങൾ, സിനിമയുടെ പാട്ടിൻ്റെ ചിത്രീകരണം, അതൊക്കെ ഇവർ എന്ത് ചെയ്തു? ഒരു 3 സെക്കൻഡ് വീഡിയോ എടുത്തു. ഈ വീഡിയോ എടുക്കുന്നതിന് ആദ്യം ധനുഷിനോട് നയൻതാരയ്ക്ക് നല്ല അടുപ്പമാണ്, നല്ല ചങ്ങാത്തമാണ്, നല്ല സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഈ വീഡിയോ എടുക്കുകയാണ്. ധനുഷിനോട് ഒരു വാക്ക് നയൻതാര നേരിട്ട് ചോദിച്ചിരുന്നുവെങ്കിൽ യെസ് ശരി എടുത്തോ നയന അല്ലെങ്കിൽ നയൻസിനൊക്കെ പറഞ്ഞ് അത് തീരുമായിരുന്നു. എന്നാൽ നയൻതാര ഇത് ചോദിച്ചത് ധനുഷിൻ്റെ മാനേജറോടായിരുന്നു. മാനേജർ ധനുഷിനോട് കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ ചോദിച്ചു, അവളെന്താ എന്നോട് ചോദിച്ചില്ല നേരിട്ട്? അല്ല സാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഒടുവിൽ ധനുഷ് സമ്മതിച്ചു. അപ്പോൾ നയൻതാരയുടെ അടുത്ത ആവശ്യം എന്താണ്? ധനുഷിൻ്റെ ഓഫീസിലോട്ട് എനിക്കോ എൻ്റെ ആളുകൾക്കോ വരാൻ വയ്യ, വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുതാ വിഷു. അങ്ങനെ ആരെങ്കിലും കൊണ്ട് കൊടുക്കുമോ? അങ്ങനെ ധനുഷ് വീണ്ടും പറഞ്ഞു, അങ്ങനെ കൊടുക്കേണ്ട, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്നെടുത്തോട്ടെ എന്ന് പറഞ്ഞു വച്ചു. അപ്പോഴാണ് നയൻതാര പറയുന്നത് ധനുഷ് അനുമതി നൽകിയില്ല, ധനുഷ് ക്രൂരനാണ്, വ്യക്തിപരമായ അയാൾ ഭയങ്കര മോശപ്പെട്ട മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് വ്യക്തിഹത്യ നടത്തി ഒരു പോസ്റ്റ് ഇത് ഇടുന്നതും ധനുഷ് ആദ്യം കേസ് കൊടുക്കുന്നതുമൊക്കെ ഉള്ള സംഭവങ്ങൾ വരുന്നത്.
പിന്നീട് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു. തമിഴ് യൂട്യൂബർ അന്തനൻ അതിനെക്കുറിച്ച് വിശദമായി തന്നെ പല പല വീഡിയോകൾ ചെയ്തു. നയൻതാരയാണ് തെറ്റുകാരി എന്ന്, നയൻതാരയുടെ അഹങ്കാരവും അവരുടെ താൻ പ്രമാണിത്വവുമാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം, അവർക്ക് ക്ഷമയില്ല, മുൻകോപത്തോടു കൂടി ഓരോന്ന് എടുത്തുചാടി പ്രവർത്തിക്കുകയാണെന്നൊക്കെ വിമർശനമുയർന്നു. ഏതായാലും മദ്രാസ് ഹൈക്കോടതിയിലെത്തി ധനുഷിൻ്റെ പരാതി. പകർപ്പവകാശ ലംഘനമാണ് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് നയൻതാരയെ കോടതി കയറ്റി അടങ്ങൂ എന്ന തീരുമാനത്തിലായി ധനുഷ്. ഇപ്പോഴാണ് ആ വക്കീൽ മറുപടി കൊടുക്കുന്നത്. പകർപ്പവകാശ നിയമലംഘനം നടന്നിട്ടില്ല, ബിഹൈൻഡ് സ്ക്രീനിലുള്ള യാതൊരു സംഭവവും നയൻതാര ഡോക്യുമെൻ്ററിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന്. ഏതായാലും 2-ാം തീയതി കേസ് കോടതി പരിഗണിക്കുമ്പോൾ അതിൻ്റെ ബാക്കി വിവരങ്ങൾ കൃത്യമായി നമുക്കറിയാൻ കഴിയും.